വായനയുടെ വസന്തകാലത്തിന് പുത്തൻ ഉണർവേകി ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാല ഓഡിറ്റോറിയത്തിൽ കാവ്യോപാസന പുസ്തക പ്രകാശനം നടന്നു. അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകത്തേക്ക് വായനക്കാരെ മാടി വിളിക്കുന്ന ഈ സമാഹാരം പണ്ഡിതരത്നം പി കെ മാധവൻ പ്രകാശനം ചെയ്തു. അതിന് പ്രത്യേകം വലിയായിട്ട് നിൽക്കുന്നില്ല, പ്രത്യേക ക്രമമില്ല. ചിലത് ചെറുതാണ്, ചിലത് വലുതാണ്, ചിലതിന്റെ ഇലകൾ വാടിയിട്ടുണ്ട്, ചിലത് കീറിപ്പോയിട്ടുണ്ട്, ചിലത് നല്ല ഇലയുള്ളതുമുണ്ട്. ആ വാഴയുടെ ഇലകളില് നമ്മൾ കാണുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയൊന്നുമില്ല, പലപ്പോഴും കാണാറ്. പക്ഷെ മഹാകവിയുടെ സൃഷ്ടിയില് ആ വാഴയും വാഴത്തോപ്പും കാണുമ്പോൾ ഇതിങ്ങനെയൊക്കെയാണോ, അതിന്റെ ഭംഗിയൊന്നും വേറെയല്ലേ എന്ന് നമുക്ക് തോന്നും. പച്ച കദളി കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും, ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവീഴവും പച്ച രത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാരിച്ച് നിൽക്കുന്നു. മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസയിൽ നിൽക്കുന്നു വാഴകൾ. അപ്പോൾ വാഴ നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടില്ലാത്ത വാഴ ഇവിടെ നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചു. 16 എഴുത്തുകാരുടെ ഹൃദയസ്പർശിയായ കാവ്യരചനകളും കഥകളും കോർത്തിണക്കിയാണ് ഈ കൃതി ഒരുക്കിയിരിക്കുന്നത്. സാഹിത്യ അക്കാദമി ലക്കിടി കാവ്യോപാസനയാണ് 1000 കോപ്പികളുള്ള ഈ സമാഹാരം പ്രസിദ്ധീകരിച്ചത്. ഡിജിറ്റൽ യുഗത്തിലും വായനയുടെ പ്രസക്തി കുറയുന്നില്ലെന്നും ഇത്തരം കൂട്ടായ രചനകൾ പുതിയ എഴുത്തുകാർക്ക് വലിയ പ്രചോദനമാണെന്നും ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. കുഞ്ചൻ സ്മാരക വായനശാല സെക്രട്ടറി ശിവദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അക്ഷരസ്നേഹികളുടെയും സാഹിത്യപ്രേമികളുടെയും വലിയൊരു നിര തന്നെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിരുന്നു. ശ്രീവത്സൻ, അഡ്വക്കേറ്റ് കേശവൻ, ശ്രീജ വിനോദ്, വസന്ത പഴയന്നൂർ, സാജിദ പി കെ, വത്സല ഞാങ്ങാട്ടിരി, വാസന്തി നാരായണൻ, കലാമണ്ഡലം ശാന്തിനി ശശികുമാർ, സുനിത വേണു, കോമൾ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. മനുഷ്യഭാവങ്ങളെ കവിതകളിലൂടെയും കഥകളിലൂടെയും അടയാളപ്പെടുത്തുന്ന കാവ്യോപാസന മലയാള സാഹിത്യ ലോകത്തിനൊരു മുതൽക്കൂട്ടാകുമെന്ന് ചടങ്ങ് വിലയിരുത്തി.